ഒരുപാട് മനുഷ്യരെ അങ്ങനെ കാണാൻ കഴിഞ്ഞു. അവരൊക്കെ ഒരു നോട്ടം കൊണ്ട് അന്തിമോപചാരം അർപ്പിച്ച് തിരികെ പോകുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടു. അത്രയും പേരെ പരിഷ്കരിക്കാൻ ഒരു കുഞ്ഞിന് കഴിഞ്ഞു എന്നതാണ് ഇവിടെ ഈ സന്ദർഭത്തിൽ ഓർക്കാൻ കഴിയുന്നത്. അതിന് നിമിത്തമായത് ഉറപ്പായും അവരുടെ മാതാപിതാക്കളാണ്. അപ്പോൾ ആ മാതാപിതാക്കളാണ് അതിന് ഏറ്റവും യോഗ്യർ. ഒരുപക്ഷെ ഈ കുഞ്ഞ് ഇങ്ങനെ ഒരു സന്ദേശം ലോകത്തിന് നൽകാൻ, പിറവിയെടുക്കാൻ, തിരഞ്ഞെടുക്കപ്പെടാൻ ഏറ്റവും യോഗ്യർ ആ മാതാപിതാക്കളായിരുന്നിരിക്കണം. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു എന്താണ് ഇതിൽ കാണേണ്ട കാര്യം. പലപ്പോഴും ഞാൻ മുൻപൊരു തവണ സൂചിപ്പിച്ച വാചകം ഒരു വട്ടം കൂടി ഇവിടെ പ്രസക്തമായതുകൊണ്ട് ആവർത്തിക്കുകയാണ്. അതായത് കുഞ്ഞുങ്ങളുടെ ശവമഞ്ചങ്ങൾക്കാണ് ഏറ്റവും ഭാരം കൂടുതൽ. അത് ആ ശവമഞ്ചത്തിന്റെ ഭാരക്കൂടുതൽ കൊണ്ടല്ല, ആക്ച്വൽ ഭാരക്കൂടുതൽ കൊണ്ടല്ല, മറിച്ച് അത് ചുമക്കുന്നവരുടെയും അതിന് ദൃക്സാക്ഷികളാകുന്നവരുടെയും ഹൃദയഭാരം കൊണ്ടാണ് അതിന് ഭാരം അങ്ങേയറ്റം വർദ്ധിക്കുന്നത്. അത് ആരും ആഗ്രഹിക്കാത്തതാണ്, ഒരു മനുഷ്യരും ആഗ്രഹിക്കാത്തതാണ്. ലോകത്തൊരു മനുഷ്യരും കേൾക്കാൻ ആഗ്രഹിക്കാത്തത് കുഞ്ഞുങ്ങളുടെ മരണത്തെക്കുറിച്ചാണ്, അവരുടെ വിയോഗത്തെക്കുറിച്ചാണ്, അവർക്ക് സംഭവിക്കുന്ന വേദനകളെക്കുറിച്ചോ ദുഃഖത്തെക്കുറിച്ചോ ആണ്. അതുകൊണ്ട് അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്നതിൽ കവിഞ്ഞൊരു വേദന മറ്റൊന്ന് യഥാർത്ഥത്തിലില്ല. എല്ലാവരുടെയും വിയോഗത്തിൽ വേദനയുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ വിയോഗം എത്ര ഇരട്ടി വേദനയായിരിക്കും മനുഷ്യരിൽ സൃഷ്ടിക്കുക എന്ന് സാമാന്യമായി തന്നെ ആർക്കും ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത്ര വലിയ വേദന ആലിൻ, ആ കുടുംബത്തിന്, അവരുടെ പ്രിയപ്പെട്ടവർക്ക്, ഇപ്പോൾ മലയാളികൾക്കാകെ ഈ വാർത്ത അറിഞ്ഞ, ഈ വിവരമറിഞ്ഞ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് അത് എത്ര വലിയ ഹൃദയഭാരം സമ്മാനിച്ചിട്ടുണ്ടാകും. എല്ലാ വിയോഗങ്ങളും വേദനിപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷെ അത് ബാക്കിയാക്കുന്ന സാമൂഹിക പരിഷ്കരണത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന മാറ്റങ്ങളുടെ ഇമ്പാക്റ്റിന്റെ അല്ലെങ്കിൽ ഇളം പൈതൽ നീ പാൽ പുഞ്ചിരി പാരാകവേ പകരുന്നു നീ പകരം തരാൻ തെളിനീരുപോൽ താരാട്ടുമായി തായ്പാട്ടുമായി മനീരിത നീയാം കുഞ്ഞുമാലാഖ